ആ ചക്കര ആ നടുക്ക് നിൽക്കുന്നവനാ. അല്ലല്ലല്ല ആ പുറകെ നിൽക്കുന്നവൻ. പുറകെ അല്ലല്ലല്ല ആ മുമ്പിലേക്ക് വരുന്നവൻ. അല്ലല്ലല്ല ആ പുറകെ വരുന്നവൻ. ആ പുറകെ നിൽക്കുന്നവൻ. അല്ലല്ലല്ല ആ മുമ്പിലേക്ക് വരുന്നവൻ. ഇനി താ ഒന്നും പറയണ്ട. ആ 4 പിള്ളേരില്ലേ, ഒരാളെ ഞാൻ പൊക്കിക്കോളാം കേട്ടല്ലോ. താൻ പൊക്കോ. ഞാൻ അകത്ത് പോയിട്ട് വരാം. നിങ്ങൾ എല്ലാരും ഇവിടെ നിന്നോളൂ. അതെ, ഒരു കാര്യം ചോദിക്കട്ടെ, വലിയ വലിയ ഗുണ്ടകളെ അടിച്ചൊതുക്കുന്ന ആരാണ് ഈ കൂട്ടത്തിൽ? പറ. ഞാനാ ഭയങ്കര ധൈര്യശാലി. എല്ലാത്തിനും അടിച്ചൊതുക്കുന്നവൻ ഞാനാണല്ലേ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടല്ലോ, കൊള്ളക്കാരെ ഇങ്ങനെ അങ്ങനെ അടിച്ചൊതിച്ച് കരാട്ടെ, കുംഫു, ഫ്ലൈയിങ് കിക്ക് എല്ലാം കൊണ്ട് 10 മിനിറ്റിനൊക്കെ കാലിയാക്കി കളഞ്ഞു. നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒട്ടും തോന്നുന്നില്ല. നീ ഭയങ്കര സാമർത്ഥ്യക്കാരനാണെന്ന്. അങ്കിൾ, കണ്ണുകൊണ്ട് കണ്ടിട്ട് കാര്യമില്ല അങ്കിൾ, ബുദ്ധി ഉപയോഗിക്കണം. ഓക്കേ, എന്നാ വാ. അല്ല, നിങ്ങൾ എന്നെ എന്തിനാ കൊണ്ടുവന്ന്, എങ്ങോട്ടാ കൊണ്ടുവന്ന്, എന്താ ഞാൻ ചെയ്ത തെറ്റ്? നീയല്ലേ എന്റെ ആളുകളെ തല്ലി ചതച്ചവൻ? പറ. ഇല്ലില്ല, എന്തൊക്കെയാണ് സാറ് പറയുന്നത്? ഞാൻ എങ്ങനെ തല്ലാനാ? ഞാൻ ആരും തല്ലിയിട്ടില്ല. ഞങ്ങളെ പേടിച്ചിട്ടല്ലേ നീ ഈ കള്ളം പറയുന്നത്? ഇല്ലില്ല, ഞാൻ കള്ളമല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സത്യ. എപ്പോഴും തമാശക്ക് ഞാൻ കള്ളോ പറയാറ്, പക്ഷെ ഇപ്പൊ പറഞ്ഞത് സത്യ. ശരിക്കും അടിച്ചവൻ ദേ പുറകെ വരുന്നുണ്ട്. ദേ നിങ്ങളെ പുറകെ പിന്തുടരുന്നുണ്ട്. അവന്റെ ചേച്ചിയും കണ്ടോ? ഞാൻ അങ്ങനെ ചേച്ചിന്റെ എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞ ഒന്ന് നോക്കിക്കേ. നിങ്ങളെന്താ ഇവിടെ സിനിമ കാണാൻ വന്നിരിക്കുകയാണോ? പോയി പിടിച്ച് അവിടെ അടിക്കടാ, പിടിച്ച് ചമ്മന്തിയാക്ക്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇവനെ ഇടിക്കാൻ പറ്റില്ല. നിർത്തോ, നിർത്തോ. ഇനിയെല്ലാം തല്ലി ചതക്കല്ലേ. ഇവന്മാര് വെറുതെ ഇരിക്കുന്നത് കണ്ടോ? ശരി, ഒരു കാര്യം ഞാൻ വെറുതെ വിട്ടേക്കാം. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വേദനഗരത്തിലേക്ക് വന്നത്? നിങ്ങളുടെ പ്ലാൻ എന്താണ്? സത്യം പറയൂ. ഞാൻ ആ രഹസ്യം പറയുകയാണെങ്കിൽ അവന്മാര് ഞങ്ങളെ കാച്ചു കളയും. അതിനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. അവരന്വേഷിച്ചാ കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ എല്ലാരും ഞാൻ കൊണ്ടുപോയി വിട്ടോളാം. അത് ഏത് സ്ഥലമാണെന്ന് അറിയോ? ജയില്. ഇനി വേഗം പറഞ്ഞ്, അഡ്രസ് വേഗം പറഞ്ഞ്, അതാ നല്ലത്. ഫോക്സിന്റെ ബുദ്ധി ഭയങ്കര ബുദ്ധിയാ. ഈ പാന്തറിനെ ജയിക്കാൻ ഇവിടെ ആരും നിലയില്ല. അവരെ പിടിച്ച് കൊല്ലേ. ശിവ, അങ്ങോട്ട് നോക്ക്.
പാന്തർ ടാങ്കിന്റെ കണ്ടെയ്നർ പൊളിക്കുകയാണ്. ഇവരെ ഇവിടുന്ന് കുറെ ദൂരം കൊണ്ടുപോയില്ലെങ്കിൽ ഇവരെല്ലാം നശിപ്പിച്ചു കളയും. ആ കുട്ടിയുടെ കഥ അവസാനിപ്പിച്ചേക്ക. അല്ല, ആ കുരുത്തക്കണ്ട കുട്ടിയെ കാണുന്നില്ലല്ലോ. അവൻ പോയാ പോട്ടെ, അത് വിട്ടേക്ക്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടണം. വേഗം വാ. അവൻ മുമ്പിൽ തന്നെ ഉണ്ട്. നിർത്താനാ പറഞ്ഞേ, ഇല്ലെങ്കിൽ നമ്മളിപ്പോ കൊക്കയിലേക്ക് വീഴും. നിർത്ത്, എനിക്ക് കൊക്കയിലേക്ക് വീഴും. ഞാൻ പറയുന്നത് പോലെ കേട്ടാ മതി. മതിയാക്കി, ഇനി ഞങ്ങളെ തല്ലല്ലേ. നിർത്ത്. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ കേട്ടാ മതി. ആ വഴിക്ക് കൊണ്ടുപോയിക്കോളൂ. നേരെ മുൻപിൽ ചെന്ന് നിർത്താൻ നോക്ക്. മുമ്പിലോ? അവിടെ മുമ്പിൽ എന്താ ഉള്ളത്? കണ്ടുടെ, അത് ജയിലല്ലേ? സാറേ, പെട്ടെന്ന് ജയിലിലടക്കേ. ഈ ശിവയത്ത് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കേ. അവനെ തല്ലുകൊള്ളാൻ ഞങ്ങൾക്ക് ഇനി വയ്യ. അവന് കൊടുക്കുന്ന ശക്തിയാ. അല്ല, എവിടെ പോയി നിന്റെ ഫോക്സ് കൂർമ്മ ബുദ്ധി? അവന്റെ അത്രയും കൂർമ്മ ബുദ്ധിയൊന്നും ഇല്ല. അല്ല, പാന്തറിന്റെ ശക്തിയൊക്കെ എവിടെ പോയി? ഈ ശിവയെ ജയിക്കാൻ ഇനി ഒരു കുണ്ട പോലും ജനിച്ചിട്ടില്ല. താങ്ക് യു ശിവ.
രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു വസ്തു നീ തെറ്റായ കയ്യിലേക്ക് പോവാതെ അതിനെ കാത്തു സൂക്ഷിച്ചു. വളരെ നന്നായി.